ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ സൺഡേ ഞങ്ങളൊരു ട്രിപ്പ് പോയതൊക്കെ പെട്ടെന്നായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് രഞ്ജിത്തേട്ടൻ പറഞ്ഞത് വേഗം റെഡി ആയാൽ ഒരു സ്ഥലം വരെ പോകാമെന്ന്. അത് കേട്ടപാട് ഞാനും കുഞ്ഞും കൂടെ വേഗം റെഡിയായി ഞങ്ങൾ നേരെ പോയത് പുല്ലാട്ടോട്ടാണ്. അവിടുന്ന് ചേച്ചിയും വിനോദേട്ടനും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങൾ തെന്മല ഡാം കാണാൻ പോവാന്ന്. ട്രിപ്പ് പോകാമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. പിന്നെ എങ്ങോട്ടാണെന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഞങ്ങൾ വേഗം റെഡിയായി ഇറങ്ങിയേ. പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നും നടക്കത്തില്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്താലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ 5 പേരും കൂടെ ഇറങ്ങി. ഞങ്ങളങ്ങനെ തെന്മലയിലോട്ട് പോവാണേ. അങ്ങനെ ഞങ്ങൾ തെന്മല ഡാമിലെത്തി. ഈ യാത്രയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഡാം കാണുന്നത്. അപ്പോൾ എന്തായാലും അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നേരെ ഞങ്ങൾ ഡാമിലോട്ട് നടന്നു കയറി. ഒരാൾക്ക് 50 രൂപ മറ്റോ ആണ് പാസ്. അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്തിട്ട് നേരെ ഡാമിലോട്ട് കയറി. കട്ട വെയിലായിരുന്നു. അപ്പോൾ നല്ല വെയിലും ഉണ്ട്. എന്നാലും ആ ഒരു കാണാനുള്ള ആകാംക്ഷ കൊണ്ട് വെയിലൊന്നും ഞങ്ങൾക്ക് ബാധകമില്ലായിരുന്നു. കണ്ണൂനും വെയിലൊന്നും ഒരു ബാധകവും ഇല്ലായിരുന്നു. അവനും ഫുള്ള് അങ്ങ് വരെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ പകുതി ഭാഗമായ അവിടെ പിന്നെ വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം തണലത്തൊക്കെ ഇരുന്നിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും കയറി. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡാമിൻ്റെ മണ്ടയ്ക്കെത്തി. നല്ല വെയിലാണെന്നെങ്കിലും നല്ല സുഖമുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ഡാമിൻ്റെ മണ്ടയ്ക്കെത്തി. ഡാമിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് പിന്നെ ഒരു കാട്ടിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഡാമിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ കാട്ടിലോട്ട് പോയി. കാട് തുടങ്ങുന്നതിന് മുന്നിലൊരു കടയുണ്ട്. അവിടെ കയറി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അതൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കുരങ്ങാണ് ആ കടയ്ക്ക് ചുറ്റും. അങ്ങനെ ഞങ്ങൾ കാട്ടിക്കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. കാട്ടിക്കൂടാണ് പിന്നെ നമ്മൾ വെളിയിൽ ഇറങ്ങുന്നത്.
അങ്ങനെ ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് ഡാമൊക്കെ കണ്ട് താഴെ ഇറങ്ങി. അപ്പം രാവിലെ ആയിരുന്നു, വെളുപ്പിനെയൊക്കെ ആയിരുന്നു ഞങ്ങളൊന്ന് തെങ്കാശി വരെയൊക്കെ ഒന്ന് പോയേനെ. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് താമസിച്ചാണല്ലോ ഇറങ്ങിയത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഡാം മാത്രമേ കണ്ടുള്ളൂ. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേ. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.